ദേശീയപാത നടപ്പിലാക്കി ആരുടെയോ ചങ്കൂറ്റും കൊണ്ടാണ് നെഞ്ചൂക്ക്. ഒരാളുടെയും ചങ്കൂറ്റും നെഞ്ചൂക്കും ഒന്നുമല്ല സാർ. ഒരു നെഞ്ചൂക്കും പ്രദർശിപ്പിക്കാതിരുന്ന സൗമ്യനായ ഒരു ഭരണാധികാരി 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം പാസ്സാക്കിയത് കൊണ്ടാണ്. ആ നിയമം ഇതാണ് സാർ. ആ നിയമത്തിന്റെ 105 പറയുന്നുണ്ട്, പാസ്സാക്കിയ നിയമം. ഞാൻ അന്ന് ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. ആ നിയമത്തിന്റെ 105 സബ്ജക്ട് ടു സബ്സെക്ഷൻ 3 ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ നോട്ട് അപ്ലൈ ടു ദ ഇനാക്ട്മെന്റ് റിലേറ്റിംഗ് ടു ലാൻഡ് അക്വിസിഷൻ സ്പെസിഫൈഡ് ഇൻ ദ 4th ഷെഡ്യൂൾ. 4ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ആക്ടുകൾക്കൊന്നും ഈ നിയമം ബാധകമല്ല. ഇതാണ് അമ്മത്തത്. ഏതായി 4ാം ഷെഡ്യൂൾ? അതിൽ 7ാമത്തേതാണ് ദ നാഷണൽ ഹൈവേ ആക്ട്. അപ്പോൾ ശ്രീ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം ഹൈവേക്ക് ബാധകമായിരുന്നില്ല. ഞങ്ങളുടെ കമ്മിറ്റി ഏകകണ്ഠമായി, ശ്രീ മണിശങ്കര അയ്യർക്ക് ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഏകകണ്ഠമായി ഇതുകൂടി ഉൾപ്പെടുത്തണം, ഈ ഷെഡ്യൂൾ മാറ്റണം എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിലെ ശുപാർശ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ശ്രീ ജയറാം രമേശ് ഈ ബിൽ അവതരിപ്പിച്ചത്. പുതിയ കനകോലു ക്യാപ്സൂൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഇരട്ട ചങ്കൊന്നുമില്ല. ഇതിൽ വന്നിട്ടുള്ളത് മൻമോഹൻ സിംഗിന്റെ ഒരു ചങ്കുമൊന്നും ഇല്ലാത്ത ഒരു നിയമമാണ് ഈ കേരളത്തിലെ ഹൈവേ പൂർത്തീകരണത്തിന് ഇടയാക്കി എന്നുള്ളതാണ്. ഇപ്പൊ ഹൈവേ അങ്ങ് പൂർത്തീകരിക്കാറായപ്പോ ഒരു പുതിയ കനകേലു ക്യാപ്സൂൾ ഉള്ളത് ഫ്രീസറിൽ തന്നെ തൽക്കാലം വച്ചാൽ മതി, പുറത്തേക്ക് അധികം എടുക്കേണ്ടതില്ല.